ഈ ഒരു പുനരാലോചനയുടെ സന്ദർഭമായി ഈ റമദാനിനെയും ഈ റമദാനിൽ നമ്മൾ ചെലവഴിക്കുന്ന സ്വകാര്യ നിമിഷങ്ങളെയും നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വകാര്യതയാണ്. സ്വകാര്യമായിരുന്നിട്ട് പടച്ചവനെ കുറിച്ച് ആലോചിക്കുന്ന ഒരാൾ നരകത്ത് പോകില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും ആ അകിട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയൂലല്ലോ. അത് കഴിഞ്ഞാലും അള്ളാനെ ഓർത്ത് സ്വകാര്യമായിട്ട് പടച്ചവനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യന് അയാൾ നരകത്ത് പോകൂല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? നമ്മളൊക്കെ പല കാര്യത്തിനും കരയുന്നവരല്ലേ. ചില ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും, ചില സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും, ചില ഓർമ്മകൾ വന്ന് അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. എന്നാൽ അള്ളാഹിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് കരയാൻ കഴിയുന്നുണ്ടോ? ചില സംഭവങ്ങൾ മനസ്സിൽ നിറയുമ്പോഴാണ് നമ്മൾ കരഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് കരയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിൽ നിറയണം. അത് നിറയ്ക്കുക എന്ന ജോലിയാണ് റമദാനിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ നിർവഹിക്കുന്നത്. സൂറത്തിൽ വാഖിയ ആദ്യമായി കേട്ട ഉമർ തലമിന്നി വീണുപോയി എന്നാണ് ചരിത്രം. ഉമറിന് ബോധക്ഷയം വന്നുപോയി. അങ്ങാടിയിലൂടെ വെറുതെ നടക്കുമ്പോൾ പോലും ഉമറിന്റെ ചുണ്ടിൽ സൂറത്തുൽ വാഖിയയുടെ വചനങ്ങളായിരുന്നു. ആ വചനങ്ങൾ കേട്ട ഉമർ 3 ആഴ്ചയാണ് പനിച്ചു കിടന്നത് എന്നാണ് ചരിത്രം. കരഞ്ഞ് 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 ഉമറിന്റെ മുഖത്ത് കണ്ണുനീര് കൊണ്ട് ഒരു വെളുത്ത പാട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഉമറിന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്ന റസൂലുള്ളാഹിയുടെ ഒരു വചനമുണ്ട്, കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ. എന്തിനാണ് ഉമറെ കുറെ പ്രസംഗങ്ങൾ, എന്തിനാണ് ഉമറെ കുറെ ഉപദേശങ്ങൾ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പോരെ ഉമറെ, മരണം തന്നെ ഒരു വലിയ ഉപദേശകനല്ലേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം ഉമർ റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു അത്രേ. എപ്പോഴും അതൊന്ന് ഓർക്കാൻ. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന വചനമിറങ്ങിയ സമയത്ത് ഓരോ കുട്ടിയും കുടിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും, എന്തൊരു തെറ്റിന്റെ പേരിലാണ് മോളെ നിന്നെ കുഴിച്ചു മൂടിയത് എന്ന്. തീർച്ചയായും അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അള്ളാഹു ചോദിക്കുമെന്ന വചനമിറങ്ങിയപ്പോൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ ഒരാള് കരഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്, പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സഹാബികളെല്ലാം തിരിഞ്ഞു നോക്കുന്നു, റസൂലുള്ളാഹി അയാളുടെ പിന്നാലെ ഓടുന്നു. ഉമറായിരുന്നു അത്, ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന കാരണമെങ്ങാനും റസൂലുള്ളാഹിയോട് പറഞ്ഞാൽ റസൂൽ എന്നെ വധിക്കുവാൻ വിധിക്കും റസൂലേ, എന്നെ കൊന്നുകളയും റസൂലേ, അത്രമാത്രം വലിയ പാതകം ചെയ്ത ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. റസൂലേ, ആ ഉമറാണ് റസൂലേ, റസൂലിന്റെ മുന്നിൽ നിൽക്കുന്നത്, റസൂലിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഉമർ തല കുനിച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിച്ചിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഉമർ, നിങ്ങളുടെ ഷഹാദത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ലേ റസൂൽ ഉമറെ, പിന്നെന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ഇതായിരുന്നു ഉമർ. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ആഴത്തിലൊരു മനസ്സിനെ സ്വാധീനിക്കുകയാണ്. അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റമാണ് ആ സംഭവം. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആനാണ് ഉമറിനെ മാറ്റിയത്. ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആൻ, മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ ഉമറിനെ മാറ്റി. കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത്. ആ ഉമറിന്റെ പഴയ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട്. ഉമർ മനോഹരമായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. നല്ലൊരു ശില്പിയായിരുന്നു ഉമർ. ആ ഉമർ മധുരം കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. മധുരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം ഉമർ ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉമറിന് വിശക്കാൻ തുടങ്ങും. പിന്നെ ആ വിഗ്രഹം എടുത്തിട്ട് ഉമർ ഭക്ഷിക്കും. ഇതായിരുന്നു ഉമറിന്റെ ദൈവവിശ്വാസം. വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞിരുന്ന ആ ഉമർ അതേ കൈകൾ കൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച ഒരു ചരിത്രമാണ് ഉമറിന്റെ ചരിത്രം. നിസ്സാരമായൊരു ചരിത്രമായിരുന്നില്ല. ഈമാൻ എന്ന അനുഭവം ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയാണ് ആഴമേറിയ സ്വാധീനം ചെലുത്തേണ്ടത്, അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഉമർ. അതിരാവിലെ ഉമർ ഇറങ്ങി നടക്കും റളിയല്ലാഹു അൻഹു.
ഖലീഫയായിരുന്ന കാലത്ത് പോലും പാതിരാവിൽ ഇറങ്ങി നടക്കുമ്പോൾ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തായ അസ്ലമിന്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചെറിയ ഇത്തിരി വട്ടം കാണുന്നുണ്ട്. അദ്ദേഹം ആ വെളിച്ചം കണ്ടിടത്തേക്ക് ചെന്നു, സലാം പറഞ്ഞു. ഒരു ചെറിയ കുടിലാണ്. സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയത് ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണ് മറച്ചിട്ടുണ്ട്. ഉമറിന് മനസ്സിലായി അവർ കരയുകയാണ്. ഉമർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവര് പറഞ്ഞു, എൻ്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് മക്കൾ കരയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. മടിച്ചവര് പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. ആ നാടിന്റെ ഖലീഫ, ആ നാടിന്റെ ഭരണാധികാരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ഒരു ചെറിയ ചാക്ക് നിറയെ ആട്ടപ്പൊടി നിറച്ചിട്ട് അത് സ്വന്തം തോളിലേറ്റിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെ, കിലോമീറ്ററുകൾ നീളമുള്ള വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്ന് തരണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു. ആ നാടിന്റെ ഭരണാധികാരി, പേർഷ്യയും റോമും ഉമർ എന്ന് കേട്ടാൽ നട്ടെല്ല് പറക്കുന്ന ഒരു കാലത്ത് ആ നാടിന്റെ ഭരണാധികാരിയാണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കളയിൽ കയറിയിട്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ കുഞ്ഞു മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. പത്തിരി ചുട്ട്, ചപ്പാത്തി ചുട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയും വിളമ്പിയിട്ട് ആ ഉമ്മയെയും കുഞ്ഞുമക്കളെയും വയറ് നിറയെ അത് തീറ്റിച്ച് ആ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുമ്പോൾ ആ നാടിന്റെ ഭരണാധികാരി ആ ഉമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ചെയ്തു തന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ ഒരാളോടും പറയരുത്. എനിക്കത് പൊരുത്തമില്ല. ഞാൻ ചെയ്യുന്ന ഒരു നല്ല അമല് പരസ്യമാകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ പറയരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്വകാര്യമായിരുന്ന നിങ്ങളുടെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. അതിനു മാത്രം തെറ്റുകൾ, പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഉമർ പടിയിറങ്ങുമ്പോൾ ആ ഉമ്മ, ആ സഹോദരി ഉമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന്റെ ഭരണാധികാരികളാകേണ്ടത് എന്ന്. ആ നാടിന്റെ ഭരണാധികാരി തന്നെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സഹോദരി അപ്പോഴും അറിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണാധികാരിയുടെ വീട്ടിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് വരുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്താൻ നിൽക്കാതെ ഉമർ അടുത്ത സാധുവിനെ തേടി തിരിച്ചു നടന്നു. ഇതാണ് ഉമർ. ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു അത്. നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആകാശത്തിന്റെ മുകളിലും ഭൂമിയുടെ അടിയിലും അഴിമതി നടക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ അഴിമതിയിൽ കുളിച്ചു നടക്കുന്ന ഒരു കാലമാണ്. 42 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് 2 ലക്ഷത്തോളം രൂപ കടക്കാരനായിട്ട് ആണ്. ആരാണ് രാജ്യത്തിന്റെ വിഭവങ്ങൾ മുഴുവനും തിന്നുമുടിച്ചത്? ഭരണാധികാരികളും അവരെ ചുറ്റിപ്പറ്റി നടന്ന ആളുകളുമാണ്, അല്ലേ? ആകാശത്തിന്റെ മുകളിലാണല്ലോ 2G സ്പെക്ട്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ അടിയിലാണല്ലോ ഖനനം എന്ന് പറയുന്നത്. 2G സ്പെക്ട്രത്തിന്റെ പേരിലാണ് 2 മന്ത്രിമാർ പുറത്തായത്, കുറെ ആളുകൾ തീഹാർ ജയിലിൽ കഴിയുന്നത്. കള്ള ഖനനത്തിന്റെ പേരിലാണ് കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി പുറത്തായത്. ഭൂമിയുടെ അടിയിലും ആകാശത്തിന്റെ മുകളിലും അഴിമതി. ഇവിടെയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്നത്. ഇന്നും ഒരു ഭരണാധികാരി ഉണ്ടല്ലോ ഇറാനില്, അഹമ്മദി നജാദി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരിയായി പ്രതിജ്ഞയെടുക്കുമ്പോൾ എൻ്റെ രാജ്യത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ ശമ്പളം മാത്രമേ എനിക്ക് തരാൻ പാടുള്ളൂ എന്ന്. രാജാവിന്റെ കൊട്ടാരങ്ങൾ, പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, പ്രസിഡന്റിന്റെ മണിമാളികകൾ, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഇറാനിൽ ജീവിക്കുന്നുണ്ട്. ആദർശപരമായി വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഒരേ ചോരയാണത്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ വന്ന് പറഞ്ഞു, മദീനയുടെ ഏതോ ഉൾഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഭർത്താവില്ല, മക്കളില്ല, സഹോദരന്മാരില്ല, ആരുമില്ല, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഉമർ ആ നിമിഷം തീരുമാനിച്ചു അടുത്ത ദിവസം ആ ഉമ്മയുടെ വീട്ടിലെത്തണമെന്ന്. അങ്ങനെ ഉച്ചനേരത്ത് ഉമർ ആ വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തിട്ട് ആരോ പോയിട്ടുണ്ട്. ഉമറിന് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി, അപ്പോഴും അതാരോ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം സുബ്ഹിനാണ് വന്നത്, അപ്പോഴും അതാരോ ചെയ്തു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെയും കുറെ മുമ്പ് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ വന്നിട്ടില്ല. സാധാരണ വന്ന് തിരിച്ചു പോകുന്ന ആൾ അവിടെ വന്നിട്ടില്ല. ഉമർ അവിടെ പതിഞ്ഞിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്.
ഉമർ സൂക്ഷിച്ചു നോക്കി. ഉമറിന് ആളെ മനസ്സിലായില്ല, ഇരുട്ടത്താണ് നടന്നു വരുന്നത്. അടുത്തെത്തിയപ്പോ ഉമറിന് ആളെ മനസ്സിലായി. ഉമർ ചെന്ന് കെട്ടിപ്പുണർന്നിട്ട് അയാളോട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു. വിശ്വാസം, ഈമാൻ എന്ന ഒരു അനുഭവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അല്ലെങ്കിൽ കുറെ മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത്. ജീവിതത്തിന്റെ സകല വശങ്ങളിലും ആ ഈമാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തളച്ചു മറിഞ്ഞിരുന്നു. ഇതായിരുന്നു ഉമർ. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ആഴത്തിൽ ഒരു മനസ്സിനെ സ്വാധീനിക്കുകയാണ്. അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റമാണ് ആ സംഭവം. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആനാണ് ഉമറിനെ മാറ്റിയത്. ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആൻ, മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ ഉമറിനെ മാറ്റി. കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈമാൻ എന്ന അത്യസാധാരണമായൊരു അനുഭവമുണ്ട്. അതൊരു വെളിച്ചമാണ്. നമ്മുടെ ലോകം ഒരുപാട് വെളിച്ചങ്ങളുടെ നടുവിലാണ്. പക്ഷെ ഈ വെളിച്ചം കിട്ടാതാകുമ്പോൾ അവർ ഇരുട്ടിൽ കിടന്ന് പിടയുകയാണ്. അമേരിക്കയിലെ ജനങ്ങൾ ഒരു വർഷം കഴിക്കുന്നത് 3000 കോടി ആസ്പിരിൻ ഗുളികയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ മാഗസിനായ സ്പാൻ മാഗസിൻ പുറത്തുവിട്ട കണക്കാണ്. 2010 അമേരിക്കൻ ജനത ഒരു വർഷം കഴിക്കുന്നത് 3000 കോടി ആസ്പിരിൻ ഗുളിക. എന്തിനാണ് ആസ്പിരിൻ? കണ്ണുവേദനക്കോ പല്ലുവേദനക്കോ ഉള്ളതല്ലല്ലോ. ആസ്പിരിൻ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാനുള്ളതാ. സുഖാനുഭവങ്ങളുടെ നടുവിൽ തിളച്ചുമറിയുന്ന അമേരിക്കൻ ജനതയ്ക്ക്, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കിട്ടിയ ഒരു ജനതയ്ക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ആ അമേരിക്കയിൽ ഒരു തെണ്ടിയായ ഒരു ഭിക്ഷകനായ മനുഷ്യന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാം എന്നൊരു വെളിച്ചത്തിൻ്റെ പ്രാധാന്യം അറിയുന്നത്. എൻ്റെ നാടിനടുത്ത് പാലപ്പറമ്പ് എന്നൊരു പ്രദേശമുണ്ട്. അവിടെ മായൻകുട്ടി സാഹിബുണ്ട്. നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടാവും. സംഘടനാ രംഗത്തൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും അമേരിക്കയിലാണ്. നോമ്പായപ്പോൾ മോള് യാത്രകളിലൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരിഭാഷ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ അവളുടെ കൂടെ ഒരു ഇംഗ്ലീഷ് പൗരൻ, അമേരിക്കൻ പൗരൻ ഇരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിച്ചു, അതേത് പുസ്തകമാണ്? അവൾ പറഞ്ഞു, ഇത് ഹോളി ഖുർആൻ ആണ്. എനിക്കൊന്ന് തരുമോ? തരാം. കൊടുത്തു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യ വാക്കുകൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ വായിച്ചു. അവൾ അതായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വാക്ക് കണ്ടു, ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി, ഇതിൽ സംശയങ്ങളില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥമോ? അതെ, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം. എന്നാൽ ഇതെനിക്ക് വേണം. അയാൾ കൊണ്ടുപോയി. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വേറെയും അയാൾക്ക് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച അൽഹംദുലില്ലാ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നോക്കൂ, ഇസ്ലാമിൻ്റെ തെളിച്ചം കിട്ടാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ആധുനിക ലോകം മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബാധ്യത, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ബാധ്യത നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനം.